We are starting new chapter, chapter 2, units and measurement. In our daily life, we have to deal with different types of measurement. For example, ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം മേടിക്കണമെങ്കിൽ കൃത്യമായും അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ ഒരു പീസ് ഓഫ് ക്ലോത്ത് മേടിക്കണമെങ്കിൽ ആ ക്ലോത്ത് എത്രത്തോളം അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ഒരു ഇവന്റ് നടക്കുമ്പോൾ അതിൻ്റെ ടൈം എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സർട്ടൺ ബേസിക് ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കോൾഡ് യൂണിറ്റ്. അപ്പോൾ ഏതൊരു മെഷർമെൻറ്റിലായാലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. അപ്പോൾ കമ്പാരിസൺ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഏതൊരു റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേൾഡിൽ എവിടെയും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് റെഫറൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓരോ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ റെഫറൻസ് സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വി ഹാവ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദിസ് പെൻസിൽ. ഈ പെൻസിലിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് വേണം. ആ റെഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പെൻസിലിന്റെ ലെങ്ത് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ് ഒരു മീറ്റർ സ്കെയില്. അപ്പോൾ ഈ മീറ്റർ സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ പെൻസിലിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 19 സെന്റിമീറ്റർ ആണ് ഈ പെൻസിലിന്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ മെഷർമെന്റിൽ നമ്മൾ ചെയ്തത് ഈ പെൻസിലിന്റെ ലെങ്ത്തിനെ ഈ സ്റ്റാൻഡേർഡ് റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഈ സ്റ്റാൻഡേർഡ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു മീറ്റർ സ്കെയിൽ ആണ്. അപ്പോൾ മീറ്റർ സ്കെയിൽ എന്ന് പറയുന്ന മീറ്റർ ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റെഫറൻസ്. അങ്ങനെ മെഷർ ചെയ്ത വാല്യൂ നമ്മൾ എഴുതിയത് ലെങ്ത് is equal to 19 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട് 19 എന്ന ഒരു നമ്പർ. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പം ഇങ്ങനെയാണ് ഒരു മെഷർമെന്റ് നമ്മൾ ചെയ്യാം. അനദർ എക്സാമ്പിൾ, ഒരു സ്വീറ്റ് ബോക്സ് ആണ്. ഈ സ്വീറ്റ് ബോക്സിന്റെ മാസ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെയും ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണം. ആ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു കിലോഗ്രാമിന്റെ പീസാണ്. അപ്പോൾ ഇതൊരു 1 കിലോഗ്രാം പീസാണ്. ഈ 1 കിലോഗ്രാം, ഈ കിലോഗ്രാം എന്നതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡ്. ആ റെഫറൻസ് സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 കിലോഗ്രാം പീസസ് വെച്ചിട്ടുണ്ട്. സോ ഈ സ്വീറ്റ് ബോക്സിന്റെ മാസ് എന്ന് പറയുന്നത് മാസ് is equal to 2 kilogram. So again this measurement involves a number. 2 is a number and it is followed by a unit kilogram. അതുപോലെ ഇനി ഒരു റണ്ണിങ് റേസ് ആണ്. ഒരു 50 മീറ്റർ സമയം ഒരാൾ ഓടുന്നു. അപ്പോൾ അയാൾ റേസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു സ്റ്റോപ്പ് വാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് അയാൾ ഓട്ടം കഴിഞ്ഞ സമയത്ത് ആ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനെടുത്ത ടൈം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു 7 സെക്കൻഡ്സ് ടൈം ആണ് എടുത്തിരിക്കുന്നത്. അതായത് ടൈം is equal to 7 സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്ത റെഫറൻസ് സ്റ്റാൻഡേർഡ്. അതാണ് ഇവിടുത്തെ യൂണിറ്റ്. അപ്പോൾ ഇവിടെയും ഒരു നമ്പർ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ യൂണിറ്റ്. സോ ദ റിസൾട്ട് ഓഫ് എ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ നമ്പർ accompanied ബൈ എ യൂണിറ്റ്. അപ്പോൾ ഒരു നമ്പർ, അതിൻ്റെ കൂടെ യൂണിറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ് റെഫറൻസുകളാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ്. ഇവിടെ മീറ്റർ യൂസ് ചെയ്തു, ഇവിടെ കിലോഗ്രാം ആണ്, ഇവിടെ സെക്കൻഡ്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് യൂണിറ്റ്സ്. നെക്സ്റ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ യൂണിറ്റുമായി കമ്പയർ ചെയ്ത് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അപ്രകാരം മെഷർ ചെയ്യാവുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏതൊരു ക്വാണ്ടിറ്റിയെയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഇൻ ഫിസിക്സ് വി ആർ ഡീലിംഗ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്: സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, പവർ, pressure, then work, energy,
ഏരിയ, വോളിയം, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ഫ്രീക്വൻസി. അങ്ങനെ ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. Physical quantities are divided into two. There are two types of physical quantities. First one is base quantity. These base quantities are also called as fundamental quantity. അപ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ ബേസ് ക്വാണ്ടിറ്റി എന്നത് ഒരു ബേസ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആണ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണ് അതർ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ളതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫോർ എക്സാമ്പിൾ ലെങ്ത്. ലെങ്ത് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി. ലെങ്ത് തന്നെ പല പേരിൽ നമുക്ക് പറയാം. ഇറ്റ് ക്യാൻ ബി ബ്രെഡ്ത്ത്, ഇറ്റ് ക്യാൻ ബി ഹൈറ്റ്, തിക്നെസ്, ദെൻ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതെല്ലാം ലെങ്ത്തിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസ് ആണ്. അപ്പൊ ഇതെല്ലാം ഒരേ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ലെങ്ത്. അപ്പൊ ലെങ്ത് എന്നത് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ലെങ്ത് നേരത്തെ നമ്മൾ ഒരു പെൻസിലിന്റെ ലെങ്ത് മെഷർ ചെയ്തു. ആ പെൻസിലിന്റെ ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു സിംഗിൾ മെഷർമെന്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ലെങ്ത് അറിയാനായിട്ട് അതിന്റെ മാസോ ടൈമോ അങ്ങനെ വേറെ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ്. So it is called a fundamental quantity. Then mass. Mass is also a fundamental quantity. It has independent existence. അതറിയാൻ മാസ് അറിയാനായിട്ട് ആ ഒരു സിംഗിൾ മെഷർമെന്റ് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. Then time is also a fundamental quantity or base quantity. അപ്പോൾ length, mass and time are fundamental quantities. ഇനിയും fundamental quantities ഉണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സിംഗിൾ മെഷർമെന്റ് മാത്രം ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് സെക്കൻഡ് ടൈപ്പ്, ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഏരിയ. ഏരിയ ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ രണ്ട് മെഷർമെന്റ് വരുന്നുണ്ട്. അപ്പൊ ലെങ്ത് എന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ലെങ്ത്തിന്റെ ഒരു ഡിഫറെന്റ് ഫോം തന്നെയാണ്, എന്നാലും അത് വേറൊരു മെഷർമെന്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് വിളിക്കാം. ലെങ്ത് എന്ന ഒരു ക്വാണ്ടിറ്റിയും അതുപോലെ ബ്രെഡ്ത്ത് എന്നുള്ള ഒരു ക്വാണ്ടിറ്റിയും. അപ്പൊ രണ്ട് ലെങ്ത്തിന്റെ രണ്ട് മെഷർമെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഏരിയ എന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഒരു ക്വാണ്ടിറ്റിയാണ് ഏരിയ. സോ ഏരിയ ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ദെൻ വോളിയം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ അവിടെ 3 മെഷർമെന്റ്സ് ഉണ്ട്. ലെങ്ത്, ദെൻ ബ്രെഡ്ത്ത്, ദെൻ ഹൈറ്റ്. അപ്പൊ ഇത് മൂന്നും ലെങ്ത്തിന്റെ മെഷർമെന്റ് തന്നെയാണ്, പക്ഷെ 3 സെപ്പറേറ്റ് മെഷർമെന്റ്സ് ആണ്. അപ്പൊ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്താണ് വോളിയം ഇരിക്കുന്നത്. അപ്പൊ സോ വോളിയം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ്. സോ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. Then next density. Density is calculated as using mass by volume. So we have to know mass. Mass ഒരു fundamental quantity ആണ്. Then volume. Volume calculate ചെയ്യണമെങ്കിൽ already length into breadth into height. That is 3 fundamental quantities ഉണ്ട് അവിടെ. അപ്പോൾ മൊത്തം 4 fundamental quantities അറിഞ്ഞാൽ മാത്രമേ density എന്നുള്ള ഒരു quantity നമുക്ക് calculate ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. So density we are derived using fundamental quantities. So density is a derived quantity. Then speed. Speed വരുന്നത് speed is equal to distance by time ആണ്. So distance എന്നത് ഒരു fundamental quantity ആണ്, ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റ് ആണ്. ടൈം എന്നതും ഒരു fundamental quantity ആണ്. അങ്ങനെ fundamental quantities യൂസ് ചെയ്ത് സ്പീഡ് എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. Then force. Force is equal to mass into acceleration ആണ്. അപ്പം ആക്സിലറേഷൻ എന്നത് അഗെയിൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം. അതും മാസും അറിഞ്ഞാൽ മാത്രമേ ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഫോഴ്സ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സോ ദർ ആർ എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷർഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ് ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. So there are 2 types of physical quantities, that is base quantity or fundamental quantity and derived quantity. The units for fundamental or base quantities are called fundamental or base units. Base quantities ന്റെ യൂണിറ്റിനെയാണ് നമ്മൾ ബേസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും പറയാം. So base units or fundamental units.
ഇപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിന് എക്സാമ്പിൾ ലെങ്ത്, മാസ് ആൻഡ് ടൈം പറഞ്ഞു. അപ്പോൾ അതിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ബേസ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ മീറ്റർ എന്നത് ഒരു ബേസ് യൂണിറ്റ് ആണ്. Then unit of mass kilogram. So kilogram is a base unit. Then unit of time is second. So second is a base unit. അപ്പോൾ mass, kilogram, second എന്നത് base units ആണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ fundamental units എന്നും വിളിക്കാം. Next, the units obtained for the derived quantities are called derived units. അപ്പോൾ derived quantitiesന്റെ യൂണിറ്റിനെയാണ് derived units എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മാസ്, കിലോഗ്രാം, സെക്കൻഡ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഈ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഏരിയ. ഏരിയ എന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് ഏരിയ. ഏരിയയുടെ യൂണിറ്റ് അറിയണമെങ്കിൽ ലെങ്ത്തിന്റെ യൂണിറ്റ് എഴുതണം, ബ്രെഡ്ത്തിന്റെയും യൂണിറ്റ് എഴുതണം. ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് ഏരിയ ഇസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റ് തന്നെയാണ്. അപ്പോൾ അതിന്റെ യൂണിറ്റും മീറ്റർ തന്നെ. ദെൻ മീറ്റർ ഇൻറ്റു മീറ്റർ ഇസ് ഈക്വൽ ടു മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മീറ്റർ ആൻഡ് മീറ്റർ. മീറ്റർ ഇൻറ്റു മീറ്റർ. സോ മീറ്റർ സ്ക്വയർ ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് ഒരു ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ സ്പീഡിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റൻസ് അതിന്റെ യൂണിറ്റ് എഴുതണം. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അതിന്റെ യൂണിറ്റ് മീറ്റർ. ദെൻ ടൈമിന്റെ യൂണിറ്റ് ബേസ് യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ആണ്. ദെൻ യൂണിറ്റ് ഓഫ് സ്പീഡ് ഇസ് ഈക്വൽ ടു മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് എന്നുള്ള ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു യൂസിങ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് മീറ്റർ എന്നുള്ള യൂണിറ്റും സെക്കൻഡ് എന്നുള്ള യൂണിറ്റും യൂസ് ചെയ്ത് സ്പീഡിന്റെ യൂണിറ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. സോ മീറ്റർ പെർ സെക്കൻഡ് ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. ഇതുപോലെ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം യൂസിങ് ദീസ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്, ബേസ് യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റീസ്. ബേസ് ക്വാണ്ടിറ്റിയും ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഉണ്ട്. അതിന്റെ യൂണിറ്റ്സിനെയാണ് ബേസ് യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും വിളിക്കുന്നത്. Next, systems of units. A complete set of both the base units and derived units is known as the systems of units. അപ്പോൾ different systems of units യൂസ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടു, ലെങ്ത്, മാസ്, ടൈം. ഈ മൂന്ന് ക്വാണ്ടിറ്റീസിനും യൂസ് ചെയ്യുന്ന യൂണിറ്റിന്റെ ബേസിലാണ് ഡിഫറെന്റ് സിസ്റ്റത്തിന് പേര് നൽകിയിരിക്കുന്നത്. Systems of units. There are three systems of units commonly used. That is CGS system, then FPS system. This is also called British system because it is commonly used in Britain. Then MKS system. So fundamental quantities ആണ് length, mass, time. ഈ മൂന്ന് ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ in CGS system, length is measured in centimeter, then mass is measured in gram, and time is measured in seconds. So CGS stands for centimeter, gram, second system. ഓരോ യൂണിറ്റിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് CGS system. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡിൽ മെഷർ ചെയ്യുന്നു. അതാണ് ബേസ് യൂണിറ്റ്സ്. ഈ ബേസ് യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും മറ്റെല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ് ഈ ഒരു സിസ്റ്റത്തിൽ പറയുന്നത്. Then FPS system. In FPS system, length is measured in foot, then mass is measured in pound, and time in second. So FPS stands for foot, pound, second system. Then MKS system. In MKS system, length is measured in meter, then mass in kilogram, and time in second. So MKS stands for meter, kilogram, second. So these are different systems of units. Now SI system. Different systems of units നമ്മൾ കണ്ടു. CGS system, FPS and MKS. അപ്പോൾ വേൾഡിലെ ഡിഫറെന്റ് കൺട്രീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ സയന്റിഫിക് സ്റ്റഡീസ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ
ഡിഫറെൻറ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും പല പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യും. So, in 1971, a general conference on weights and measures developed an internationally accepted system for measurement with standard units, symbols and abbreviations. For 1971 weights and measures base ചെയ്ത് ഒരു general conference conduct ചെയ്തു. ആ കോൺഫറൻസിൽ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു. ആ സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ് SI സിസ്റ്റം. This is the system international D unit. അതിന്റെ അബ്രീവിയേഷൻ ആണ് SI. അപ്പോൾ ഇത് ഫ്രഞ്ച് ആണ്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് വരുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഒരു ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ആണ് SI സിസ്റ്റം. Now SI system is used in scientific, technical, industrial and commercial work. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് സയന്റിഫിക് സ്റ്റഡീസോ അല്ലെങ്കിൽ ടെക്നിക്കൽ, ഇൻഡസ്ട്രിയൽ ഓർ കമേഴ്ഷ്യൽ മെഷർമെന്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ SI സിസ്റ്റം അനുസരിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു SI സിസ്റ്റം there are 7 base units and 2 supplementary units. അപ്പോൾ SI സിസ്റ്റത്തിൽ 7 ബേസ് യൂണിറ്റ്സ് ആണുള്ളത്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ലെങ്ത്, മാസ്, ടൈം പറഞ്ഞു. അതിന്റെ യൂണിറ്റ്സ് ആണ് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഈ മൂന്നെണ്ണത്തിന് പുറമെ ഒരു 4 ക്വാണ്ടിറ്റീസും അതിന് 4 യൂണിറ്റ്സും, അങ്ങനെ 7 ബേസ് യൂണിറ്റ്സും ഉണ്ട്. ഈ ബേസ് യൂണിറ്റ്സ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ മെഷർമെന്റ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പുറമെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സും കൂടി ഈ SI സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു SI സിസ്റ്റം there are 7 ബേസ് യൂണിറ്റ്സ്. ആ ബേസ് യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ് നമ്മൾ പറയുന്നത്. Then ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഈ SI സിസ്റ്റത്തിന് ഒരു ലോഗോ ഡെവലപ്പ് ചെയ്തു. ഈ ലോഗോയിൽ കാണിച്ചിരിക്കുന്നത് 7 സിംബൽസ് കാണിച്ചിട്ടുണ്ട്. അത് SI സിസ്റ്റത്തിലെ ബേസ് യൂണിറ്റ്സിന്റെ സിംബൽസ് ആണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഈ SI സിസ്റ്റത്തിലെ 7 ബേസ് യൂണിറ്റ്സ് പഠിക്കാം. In SI system there are 7 base quantities and so 7 base units. അപ്പോൾ SI സിസ്റ്റത്തിൽ 7 ബേസ് ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ആ ബേസ് ക്വാണ്ടിറ്റീസിന് ഓരോ യൂണിറ്റും അതിന് സിംബലും SI സിസ്റ്റത്തിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ലെങ്ത്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ. അതിന്റെ സിംബൽ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ M. Then mass. Mass is expressed in kilogram. അതിന്റെ സിംബൽ kg. Then time. Time is measured in second. Second അതിന്റെ സിംബൽ വരുന്നത് സ്മോൾ ലെറ്റർ S എന്നാണ്. Then fourth base quantity is electric current. Electric current അതിന്റെ SI യൂണിറ്റ് ആംപിയർ എന്നാണ്. അതിന്റെ സിംബൽ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഇവിടെ ആംപിയർ എന്നത് ആൻഡ്രെ മേരി ആംപിയർ എന്ന സയന്റിസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആംപിയർ എന്നത് ഒരു വ്യക്തിയുടെ പേരാണെങ്കിലും യൂണിറ്റ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്മോൾ ലെറ്റർ എയിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ സിംബൽ പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ്രെ മേരി ആംപിയർ he is the father of electromagnetism. ഇലക്ട്രോമാഗ്നറ്റിസത്തിന്റെ പിതാവാണ് ആംപിയർ. അപ്പൊ അദ്ദേഹത്തെ ഓണർ ചെയ്യാനാണ് ഇലക്ട്രിക് കറണ്ടിന് ആംപിയർ എന്ന യൂണിറ്റ് നൽകിയിരിക്കുന്നത്. Then thermodynamic temperature. Its SI unit is Kelvin and its symbol is capital letter K. Kelvin എന്നതും ലോർഡ് കെൽവിനെ ഓണർ ചെയ്യാൻ വേണ്ടി തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് കെൽവിൻ എന്ന യൂണിറ്റ് നൽകി. ലോർഡ് കെൽവിന്റെ യഥാർത്ഥ പേര് വില്യം തോംസൺ എന്നാണ്. അദ്ദേഹമാണ് 0 കെൽവിൻ ടെമ്പറേച്ചർ, അതായത് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ആണ് 0 കെൽവിൻ. ആബ്സല്യൂട്ട് 0 എന്ന് വിളിക്കും. അതിന്റെ വാല്യൂ ഡിഗ്രി സെൽഷ്യസിൽ പറഞ്ഞാൽ -273.16 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ 0 കെൽവിൻ കണ്ടുപിടിച്ചത് വില്യം തോംസൺ ആയതുകൊണ്ട് അദ്ദേഹത്തെ ലോർഡ് കെൽവിൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചറിന് കെൽവിൻ എന്ന യൂണിറ്റ് നൽകിയത്. ഇവിടെയും യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ K സ്മോൾ ലെറ്റർ എന്ന് എഴുതണം. അതിന്റെ സിംബൽ മാത്രം പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ K എന്ന് തന്നെ ഡിനോട്ട് ചെയ്യണം. Then amount of substance. ആറ്റോമിക് മാസും മോളിക്കുലർ മാസും ഒക്കെ പറയുന്ന സമയത്താണ് amount of substance എന്നുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ SI യൂണിറ്റ്
MOL മോൾ എന്നതാണ്. അതിന്റെ സിമ്പിൾ പറയുമ്പോൾ MOL എന്നതാണ് മോൾ എന്നുള്ള ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിന്റെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി എന്നത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന പവറിന്റെ ഒരു മെഷർമെന്റ് ആണ്. പവർ എമിറ്റഡ് ബൈ എ ലൈറ്റ് സോഴ്സ്, അതിന്റെ ഒരു മെഷർമെന്റ് ആണ് ലൂമിനസ് ഇന്റൻസിറ്റി എന്നത്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് വരുന്നത് കാൻഡില, അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ CD. ഇവിടെ കാൻഡില എന്നത് കാൻഡിൽ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കാൻഡില എന്നുള്ള യൂണിറ്റ് ഈ ലൂമിനസ് ഇന്റൻസിറ്റിക്ക് ലഭിച്ചത്. അങ്ങനെ SI സിസ്റ്റത്തിൽ 7 ബേസ് ക്വാണ്ടിറ്റീസും അതിന് ബേസ് യൂണിറ്റ്സും അതിന്റെ സിമ്പിൾസും ഇപ്രകാരം അസൈൻ ചെയ്തിരിക്കുന്നു. Besides the 7 base units, there are 2 supplementary units. SI സിസ്റ്റത്തിൽ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസിന് പുറമെ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കൂടെയുണ്ട്. ആ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും അതിന്റെ SI യൂണിറ്റും സിമ്പിൾസും നോക്കാം. ഫസ്റ്റ് വൺ, പ്ലെയിൻ ആംഗിൾ. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് റേഡിയൻ ആൻഡ് ഇറ്റ്സ് സിമ്പിൾ ഈസ് RAD. പ്ലെയിൻ ആംഗിൾ എന്നത്, ഇഫ് യു കൺസിഡർ എ സർക്കിൾ, ഒരു സർക്കിളിലെ ഒരു ആർക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ആർക്ക് ഇവിടെ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ, സെന്ററിൽ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണിത്. ആ ആംഗിൾ ആണ് പ്ലെയിൻ ആംഗിൾ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുമ്പോൾ അതൊരു 2 ഡയമെൻഷനൽ ആണ്. ഇറ്റ് ഈസ് ഇൻ എ പ്ലെയിൻ സർഫസ്. അപ്പൊ ഈ ഒരു ആംഗിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പ്ലെയിൻ ആംഗിൾ. ഈ പ്ലെയിൻ ആംഗിളിൽ ഈ ആംഗിൾ d തീറ്റ, ഈ ആർക്കിന്റെ ലെങ്ത് വരുന്നത് ds ആണ്, ഈ റേഡിയസ് വരുന്നത് r ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രകാരം ആംഗിളിന് ഇക്വേഷൻ എഴുതാം. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പൊ ഇവിടെ ആർക്കിന്റെ ലെങ്ത് ds ആണ്, റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് r ആണെങ്കിൽ we can write d theta is equal to ds by r, റേഡിയൻ. അപ്പൊ d theta എന്നതാണ് പ്ലെയിൻ ആംഗിൾ and its equation is ds by r and it is expressed in radian. അപ്പോൾ ആംഗിൾ കാണുവാനുള്ള ഇക്വേഷൻ ആംഗിൾ is equal to arc by radius. Then next supplementary quantity is solid angle and its unit is steradian and its symbol is SR. Solid angle എന്നത് ഒരു 3 dimensional ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. If you consider a sphere, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സർക്കിൾ ആണ്, ഒരു 2 dimensional ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു 3 dimensional ആയിട്ടുള്ള ഒരു സ്ഫിയർ. ആ സ്ഫിയറിലെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്താൽ ഇതിലെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ഈ സോളിഡ് ആംഗിൾ. അപ്പൊ ഇവിടെയുള്ള ഈ ഏരിയ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഏരിയ, ആ ഏരിയ ഇവിടെ സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ, അതാണ് സോളിഡ് ആംഗിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന d ഒമേഗ എന്നുള്ള ഏരിയ ആണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിന്റെ ഇക്വേഷൻ വരുന്നത് സോളിഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു ഇന്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. അപ്പൊ ഇത് ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ വരുന്ന ഏരിയ, ആ ഒരു ഏരിയ DA ആണെങ്കിൽ അപ്പോൾ ഇന്റർസെപ്റ്റഡ് ഏരിയ DA എന്നെടുക്കാം. സ്ക്വയർ ഓഫ് റേഡിയസ്, ഇവിടെ വരുന്ന ആ സർക്കിൾ സ്ഫിയറിന്റെ റേഡിയസ് r ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കാണുക. Then solid angle d omega is equal to dA by r square and its unit is steradian, that is SR. Its symbol is SR. അപ്പോൾ d omega എന്നത് സോളിഡ് ആംഗിൾ ആണ്. സോളിഡ് ആംഗിൾ എന്നത് ഒരു 3 dimensional ആയിട്ടുള്ള മെഷർമെന്റ് ആണ്. ആംഗിൾ എന്നത് d തീറ്റ ഇറ്റ്സ് ഈക്വൽ ടു ds by r, അതൊരു 2 dimensional ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ ഇതാണ് രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ, and the units are radian and steradian respectively. Thus, in SI system, there are 7 base quantities and 7 base units. Length with unit meter, then mass, its unit is kilogram, time, second, then electric current, its unit is ampere, thermodynamic temperature, its unit Kelvin, amount of substance, mole, and luminous intensity, candela. And there are 2 supplementary quantities and supplementary units. Plane angle, its unit is radian, and solid angle, its unit is steradian.